സുഹൈൽ, ഇതിനകത്തൊരു സമവായത്തിൻ്റെയും ഇപ്പം ട്രംപൊക്കെ സമവായത്തെക്കുറിച്ചും കീഴടങ്ങലിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ. സത്യത്തിൽ അങ്ങനെ ഒരു സമവായത്തിൻ്റെയും യുദ്ധാവസാനത്തിൻ്റെയും സാധ്യതയുണ്ടോ? അവരൊരു പെർഫെക്റ്റ് പ്ലാനിലല്ലേ മുന്നോട്ട് പോകുന്നത്? ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തെ ശിഥിലീകരിക്കുക, അതിൻ്റെ ത്രട്ട് ഇപ്പോഴത്തെ ഈ ഗ്യാപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഇല്ലാതാക്കുക, അവിടുത്തെ ഇസ്ലാമിക ഭരണകൂടത്തെ ഇല്ലാതാക്കുക, അവിടെ പശ്ചിമേഷ്യയിലെ ഇസ്രയേലിന് അല്ലെങ്കിൽ വെസ്റ്റിന് താല്പര്യമുള്ള ഒരു ഭരണകൂടത്തെ സ്ഥാപിക്കുക, ഇതൊരു നല്ല സാധ്യതയാണ്. ആ സാധ്യതയെ പരമാവധിയിൽ പ്രയോജനപ്പെടുത്തി മറ്റ് അഫ്ഗാനിസ്ഥാനെയോ ഇറാഖിനെയോ ഒക്കെ പോലെ ഒരു ശിഥില രാഷ്ട്രമാക്കുക എന്നതിലല്ലേ അവർ പോകുന്നത്. അതുകൊണ്ട് സമവായം, കീഴടങ്ങൽ, യുദ്ധാവസാനം പോലെയുള്ള സംഗതികൾക്ക് വെറും പറച്ചിലായിട്ടല്ലേ കാണേണ്ടത്? സ്വാഭാവികമായും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ അടിച്ചൊതുക്കാനും ആ ഭീഷണി ഇല്ലാതാക്കാനുമുള്ള ഏറ്റവും നല്ല സമയം ഇത് തന്നെയാണ് എന്നാണ് നെതന്യാഹു വിചാരിക്കുന്നത്. അത്തരമൊരു ക്യാമ്പയിനാണ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന് മുമ്പിൽ ഇസ്രായേൽ വെക്കുന്നത്. നമുക്കറിയാം, 1970-കൾക്ക് ശേഷം വന്ന ഈ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം വന്ന അവിടെയുള്ള ഭരണകൂടം, ആ ഭരണകൂടമാണ് ഏറ്റവും വലിയ ഭീഷണി ഇസ്രായേലിന് എന്നവർക്കറിയാം. ആ ഭീഷണി ഇല്ലാതെയാക്കാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ഈ ഘട്ടത്തിൽ ഇസ്രായേൽ നടത്തുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇന്നലെ തന്നെ ഡൊണാൾഡ് ട്രംപ് ഇട്ട ഒരു ട്വീറ്റ് എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ സറണ്ടർ എന്നുള്ളതാണ്. ആ രണ്ട് വാക്ക് മാത്രം ട്രംപ് ഉപയോഗിക്കുന്നു. അപ്പോൾ അങ്ങനെ ഉപാധിരഹിതമായി ഇസ്രായേലിനും അമേരിക്കയ്ക്കും മുമ്പിൽ കീഴടങ്ങണം എന്നുള്ളത് മാത്രമാണ്, മറ്റുള്ള ചർച്ചകൾക്കൊന്നും ഇനി പ്രസക്തിയില്ല എന്ന് പറയുകയാണ്. അപ്പോൾ യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തിവെക്കണം എന്നുള്ളത് മാത്രമായിരുന്നു അമേരിക്ക നേരത്തെ ഈ ചർച്ചകളിലെല്ലാം മുന്നോട്ട് വെച്ചിരുന്നത്. പക്ഷേ ഇറാൻ പറഞ്ഞിരുന്നത് യുറേനിയം സമ്പുഷ്ടീകരണം ഞങ്ങൾ നടത്തും, പക്ഷേ അത് സിവിലിയൻ ആവശ്യങ്ങൾക്ക് മാത്രമുള്ള പരിധിയിൽ ഞങ്ങൾ നിർത്തും എന്നുള്ളതാണ്. അത്തരം വാദങ്ങൾക്കൊന്നും ഇനി പ്രസക്തിയില്ല എന്നും സമയമേറെ വൈകി എന്നുമൊക്കെ ട്രംപ് പറയുമ്പോൾ സ്വാഭാവികമായും ഈ ഒരു യുദ്ധത്തോടു കൂടി ഇറാനെ അങ്ങ് ഇല്ലാതെയാക്കി കളയണം എന്ന് തന്നെയാണ് അമേരിക്കയും അതേപോലെ തന്നെ ഇസ്രായേലും വിചാരിക്കുന്നത്. അതിന് അമേരിക്കയുടെ ആയുധങ്ങളും അതേപോലെ തന്നെ അമേരിക്കയുടെ സൈനികരെയും ഉപയോഗിക്കണോ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് തർക്കങ്ങളുള്ളത്. ഇസ്രായേൽ അക്കാര്യം തീർക്കട്ടെ എന്ന് ട്രംപ് വിചാരിക്കുന്നുണ്ട്. സ്വാഭാവികമായും ആദ്യത്തെ അറ്റാക്ക് തന്നെ അത് ഏറ്റവും പെർഫെക്റ്റ് ആയിരുന്നു, ബ്യൂട്ടിഫുൾ ആയിരുന്നു, എക്സലൻ്റ് ആയിരുന്നു എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ്. അപ്പോൾ ഈ യുദ്ധത്തിന് അതിൻ്റെ തുടക്കം മുതൽ തന്നെ അമേരിക്കയുടെ പിന്തുണയുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ പിന്തുണ പ്രത്യക്ഷത്തിൽ വേണോ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് സംശയമുള്ളത്. ആ പ്രത്യക്ഷത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അറബ് രാജ്യങ്ങളും അതേപോലെ തന്നെ പശ്ചിമേഷ്യയിലെ താല്പര്യങ്ങൾക്കും അത് വിഘാതമാകും എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ട്രംപിന് സംശയങ്ങളുള്ളത്. ഈ ഒരു യുദ്ധത്തോടു കൂടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 ആഴ്ചക്കുള്ളിൽ ലക്ഷ്യം നേടും എന്ന് പറയുന്നത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നേരത്തെ നമുക്കറിയാം, ഈ ഒക്ടോബർ 7 ആക്രമണത്തിന് ശേഷം ഗസയെ അവർ തരിപ്പണമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. അതോടൊപ്പം തന്നെ ഹിസ്ബുള്ളയെ, പ്രധാനപ്പെട്ട നേതാക്കളെ വധിച്ചുകൊണ്ട് ഹിസ്ബുള്ളയുടെ വലിയ ശേഷി അവർക്ക് തകർക്കാൻ കഴിഞ്ഞു. അതേപോലെ തന്നെ സിറിയയിലേക്കും വലിയ ആക്രമണങ്ങൾ നടത്തി. അങ്ങനെ ഈ മേഖല മുഴുവൻ പിടിച്ചടക്കാനുള്ള ഒരു വലിയ പ്ലാൻ അത് നെതന്യാഹു തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. നെതന്യാഹുവിൻ്റെ ഗ്രേറ്റർ ഇസ്രായേൽ പദ്ധതി എന്ന് പറയുന്നത്, ഇസ്രായേലിൻ്റെയും സയനിസത്തിൻ്റെയും ഗ്രേറ്റർ ഇസ്രായേൽ പദ്ധതി എന്ന് പറയുന്നത് പശ്ചിമേഷ്യയിലെ വലിയൊരു ഭാഗം പിടിച്ചടക്കുക എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ ആദ്യഘട്ടം എന്ന് പറയുന്നത് അവിടെ നിന്നുള്ള ഭീഷണി ഇല്ലാതെയാക്കുക എന്നുള്ളതാണ്.